വീക്കെൻഡിൽ എനിക്ക് വരാൻ പറ്റില്ല. ഇതെന്താ എന്റർടൈൻമെന്റിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്? ദിസ് ഈസ് അവർ സെയിൽസ് കിക്ക് ഓഫ് മീറ്റിംഗ്. സോ അടുത്ത വർഷത്തെ ടാർഗറ്റ്സ് എന്താണ്, അത് എങ്ങനെ അച്ചീവ് ചെയ്യും ആൻഡ് ബിസിനസ് പ്രോസസ്സിനെ പറ്റി സംസാരിക്കണം. സോ എല്ലാവരും വന്നാൽ അത് നല്ലതായിരിക്കും. വീക്കെൻഡിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഏട്ടനോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. സെയിൽസ് കിക്ക് ഓഫ് മീറ്റിംഗിന് പോയേ പറ്റൂ നിനക്ക്? അതെ ഏട്ടാ, ടീമിലുള്ള എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. നീ ജോലിക്ക് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ അങ്ങ് പോയേക്കണം. ഇല്ലെങ്കിൽ ഈ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ച് വീട്ടിലിരുന്ന് പിള്ളേരെ നോക്കണം. ഇത് രണ്ടും ചെയ്യാതെ പോയേ പറ്റൂന്നും പറഞ്ഞ് പാവത്തെ പോലെ ഫേസും ഇങ്ങനെ വെച്ച് ഓവർ ആക്ടിങ് പോലെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാമിലി അല്ലേ ഗായത്രി എല്ലാം. നമുക്ക് കിട്ടുന്ന ജീവിതം നന്നായിട്ട് പോയാൽ വളരെയധികം സന്തോഷം. പക്ഷേ പല സമയത്തും പലർക്കും അത് ശരിയായിട്ടല്ല കിട്ടുന്നത്. ഒരു വിധത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം അത് ഇത് എന്ന് പറഞ്ഞാലും വേറൊരു തരത്തിൽ നോക്കിയാൽ ചില നേരങ്ങളിൽ ശരിയായ ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാതെ വിഷമിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീട്ടിലുള്ളവർ പറയുന്നതായിരിക്കും ശരി. അപ്പോൾ നമ്മൾ തന്നെ കൺവിൻസ് ചെയ്യും. അങ്ങനെ കൺവിൻസ് ചെയ്ത് ഒരു ജീവിതം ചൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ജീവിതം നന്നായിട്ട് പോയാൽ വളരെയധികം സന്തോഷം. പക്ഷേ പല സമയത്തും പലർക്കും അത് ശരിയായിട്ടല്ല കിട്ടുന്നത്. ശരിയാബി, ശരിയാകാത്ത ജീവിതം അത് പോകെ പോകെ ശരിയാകുമെന്ന് വിശ്വസിപ്പിച്ച് നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ച് ജീവിക്കുകയല്ലേ. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് സെറ്റായില്ലെന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോകുന്നതല്ലേ നല്ലത്? നല്ല ബെസ്റ്റ്. അങ്ങനെ ഒത്തു വന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഡിവോഴ്സ് ചെയ്താ എങ്ങനെയാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നേ? ശരിയല്ലേ? കല്യാണത്തിന് മുൻപ് നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കും, നമ്മുടെ ലൈഫ് പാർട്ണർ അങ്ങനെയായിരിക്കും എന്ന് പറയാൻ നമുക്കെന്താ ജോൽസി അറിയാവോ? കല്യാണത്തിന് ശേഷമല്ലേ അറിയാൻ പറ്റൂ ദ ക്യാറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ബാഗ് എന്ന്. അതല്ലേ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, men will always be men. ഗൗതമോ അങ്ങനെയാണോ? ബെന്നി, എപ്പോഴും ഇങ്ങനെ ഗൗതം ഗൗതം എന്ന് പറയുന്നുണ്ടല്ലോ. എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അറ്റ്ലീസ്റ്റ് പേഴ്സണലായിട്ട് എന്തറിയാം? ഓഫീസിൽ കാണുന്നു, കൂടെ വർക്ക് ചെയ്യുന്നു, ഓക്കെ. ഒരു 9 to 5 ടൈം വർക്കിനിടയിൽ നീ എന്നെ എങ്ങനെ മനസ്സിലാക്കും? പ്രൊഫഷണലി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് വേറെ, പേഴ്സണലായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതി വേറെ. ജി, നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ സംസാരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെ സൗന്ദര്യം അകത്തുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവരം കേട്ട കഴുതേ, അത് അകത്തെ സൗന്ദര്യം മുഖത്ത് വരൂന്നാ. ശരി, എവിടത്തെയോ സൗന്ദര്യം എവിടെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയട്ടെ. പിന്നെ അഭി, നിങ്ങൾ നേരത്തെ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ, പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആയി പോയി. ശരി, പറയൂ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ ആ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് ചെയ്യുന്നതാ നല്ലത്. നമ്മളെല്ലാം നമ്മളെ തന്നെ പറ്റിക്കാതെ തന്നെ ജീവിക്കാൻ നോക്കണം. നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള ജീവിതമാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കുമല്ല. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ജീവിതം ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മളെ തേടി വരുന്നത് വരെ നമ്മൾ അതിനെ കാത്തു നിൽക്കാതെ ഇപ്പോഴുള്ള ലൈഫിൽ നമ്മൾ സത്യസന്ധരായി ജീവിക്കണം. അത് നല്ലതായിരുന്നാലും ശരി, മോശമായിരുന്നാലും ശരി. ഇനിയെങ്കിലും നമുക്ക് ലൈറ്റായിട്ടൊരു പാട്ട് കേട്ടാലോ ഗായു? ഗൗതം, ഓക്കെ, ഇട്ടോ
എന്നാലും ഈ കമ്പനിക്ക് അത്യാഗ്രഹമാ. റിസോഴ്സ് മാത്രം ഇത്രയും മതിയെന്ന്, പക്ഷെ പ്രോഫിറ്റ് മാത്രം നിറയെ വേണമെന്ന്. VP നമ്മുടെ ക്രെഡിറ്റ് പോയിന്റ് കൂട്ടില്ല. അതേ ശമ്പളം, അതേ പൊസിഷൻ, പക്ഷെ ജോലി മാത്രം കഴുതിയ പോലെ 3 ഷിഫ്റ്റ്. ഇതിനെല്ലാം പറ്റി നിനക്കെന്തിനാ വിഷമം? കുറച്ച് നാള് കഴിഞ്ഞ് പേപ്പർ വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ കമ്പനിക്ക് പ്രോഫിറ്റ് വന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നീ ആൽബർട്ടിനെ നോക്കി നല്ല പേര് വാങ്ങാൻ നോക്ക്. ആഹാ ഗായു, ഇതെന്താ ഉള്ളിലിരുന്നൊരു സച്ചിൻ ജനീരി എത്തി നോക്കുന്നുണ്ടല്ലോ. എന്താണോ? ഹായ് ഗൈസ്, കം ഓൺ. വാട്ട്സ് എ പ്ലാൻ? 1 സെക്കൻഡ് മഹി. ആ ഹേമ എന്താ പറഞ്ഞ കമ്പനി റിസോഴ്സിനെ പറ്റി? ശേ, അതിനെ കുറിച്ച് ആര് ചോദിക്കാനാ? ആ ഹാളിൽ എന്താണോ നടന്നത് അതിനെയൊക്കെ അവിടെ വെച്ച് തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഫുൾ പാർട്ടി മൂഡ് ഓൺ. എന്തിനാ പുതുതായിട്ട് പാർട്ടി ഓൺ? അത് കാറിലെ തുടങ്ങിയില്ലേ? അതെന്തായാലും ഈ വീപ്പക്കുറ്റി പറഞ്ഞു കൊടുത്തില്ലേ? അമ്മേ, ശരി, ഓക്കെ. ഇപ്പൊ എന്താ പ്ലാൻ? കണ്ടില്ലേ, എനിക്കിപ്പോഴേ കൈവിറയ്ക്കുന്നു. എനിക്കിങ്ങനെയാണെങ്കിൽ ബെന്നിക്കൊക്കെ ഫുൾ ഷക്കീല മൂടായിരിക്കും. സോ ഞാനിപ്പോ പോവുക. നമുക്ക് ഹാളിൽ മീറ്റ് ചെയ്യാം. ബൈ. ശരി, ഓക്കെ, നമ്മളും പോയി ജോയിൻ ചെയ്യാം. ആ, അല്ല ഗായു, അവനെ പോലെയൊന്നല്ല. ഈ ഇവന്റിലെല്ലാം പോയി ജോയിൻ ചെയ്ത് ഫൺ ചെയ്ത് പാർട്ടിയെല്ലാം അങ്ങനെ. ആര്, നീയോ? പോണ്ടിച്ചേരിക്ക് വന്നിട്ട് ഒന്നും ചെയ്യാതെ തിരിച്ച് കൊച്ചിയിലേക്ക് വരും അല്ലേ? ബിലീവ് മീ ചക്രേ. വിശ്വസിച്ചു പോ. കൊച്ചിയില് നിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പോണ്ടിച്ചേരിയില് പിന്നെ കൂടുതൽ പറയണോ? നീ വേണേ നോക്കിക്കോ അബി. ഇവന്റെ കഴിഞ്ഞ ഉടനെ ആര് കാണാതെ എസ്കേപ്പ് ആവും. നോക്കിക്കോ. എന്നിട്ട് രാവിലെ വന്ന് അങ്ങനെയായി, അല്പം ഓവറായി പോയി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. പോ, ഇതൊന്നും നിനക്ക് പുതിയതല്ലല്ലോ. ഇതും കൂടെ ചേർത്ത് ഇവളുടെ കൂടെയുള്ള 4ാമത്തെ മീറ്റിംഗ്. അയ്യോ, ഇന്ന് ഗായു ഫുൾ ഫോമില. ബട്ട് ഐ ഡോണ്ട് കെയർ. ഇന്ന് എല്ലാ ഇവന്റിലും പങ്കെടുക്കുന്നു, ഫുൾ ടൈം എൻജോയ് ചെയ്യുന്നു, ട്രോഫിയെ തൂക്കിയെടുത്തോണ്ട് പോകുന്നു. ഓക്കെ, എല്ലാവർക്കും പാർട്ടിക്ക് പോകാം. ഇപ്പൊ എല്ലാരും പാർട്ടി ഡ്രസ് ഇട്ട് വാ. ഡ്രസ്സോ? ഇനി എന്താ? ഞാൻ സാരിയിൽ തന്നെ പാർട്ടിക്ക് വരാം. എന്ത്? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട് മീ? സാരി ഉടുത്തോണ്ട് വരാ. ഇവിടെ എന്താ കച്ചേരിയാ നടക്കുന്നേ? പാർട്ടിയാണ് ഗേൾ. സോ ഇന്ന് നൈറ്റ് ഞാൻ പറയുന്ന ഡ്രസ് വേണം നീ ഇടാൻ. ആൻഡ് ഈ ട്രിപ്പ് കഴിയുന്നത് വരെ ഞാനായിരിക്കും നിന്റെ ഡിസൈനർ. ഓക്കെ, ഇപ്പൊ വാ, അയ്യോ, നടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വാ, പാർട്ടി തുടങ്ങും അവിടെ. നമ്മള് എല്ലാവരും വരട്ടെ. ആര്? ലോക്കി ഗൗതമോ അല്ലേ? അവര് വന്നോളും. വാ. എല്ലാവരും വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ബെന്നി. അയ്യോ എന്റെ ദൈവമേ, ഈ ഡ്രസ് ഞാനാണ് സെലക്ട് ചെയ്തതെന്ന് പറയണം കേട്ടോ. ആ, നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. എത്തിയല്ലോ രണ്ടാളും. എന്താ ഇന്ന് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ. വെൽ ഡിസൈൻഡ് ബൈ മീ. നിന്റെ ഐഡിയ പ്രയോഗിച്ചതിന് ശേഷം ഇത്ര സുന്ദരിയായിരിക്കുന്നു. ഓഫ് കോഴ്സ്. നന്നായിട്ടുണ്ട്. താങ്ക്സ്. ഓക്കെ, ലിസൺ ഗൈസ്. സോ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഗൗതമിന്റെ പ്രോബ്ലം. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ഇവന്റ് വന്നാൽ അതെന്റെ പ്രോബ്ലം. കാരണം ഐ ആം ദ ബെസ്റ്റ്. സോ നമ്മൾ എല്ലാ ഇവന്റിലും പങ്കെടുക്കുന്നു, ട്രോഫി എടുക്കുന്നു, കൊണ്ടുപോകുന്നു. ഓക്കെ, മനസ്സിലായോ? ഇതിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ്. ഓക്കേ മാഡം. എന്നാ ശരി, വാ പോ. അയ്യോ, എന്റെ വാച്ച് ഓടുന്നില്ല. വാ പോ. എവിടെയാ നമ്മുടെ ബോയ്സ്? 3, 2, 1 ആക്ഷൻ. ഓക്കെ, അപ്പോ അടുത്ത ഗെയിം വളരെ വ്യത്യസ്തമാണ്. കളിക്കാൻ എല്ലാവരും റെഡിയല്ലേ? സൂപ്പർ. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ബോളുണ്ട്. ഒരു ബോളിൽ ഗേൾസിന്റെ പേരും മറ്റൊന്നിൽ ബോയ്സിന്റെ പേരും ഉണ്ട്. ഇപ്പോ ബോയ്സ് ബോളിൽ നിന്നും ഒരു ചീട്ടെടുത്ത് അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. വരുന്നയാള് ഗേൾസ് ബോളിൽ നിന്നും ഒരു ചീട്ടെടുത്ത് അയാളുടെ പാർട്ണറെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ. ആൻഡ് ഇനിയൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ആ ഗേൾ സ്റ്റേജിൽ വന്നതിന് ശേഷം വി ഹാവ് 3 ബോൾസ് ഹിയർ. ഇതിലെല്ലാം നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ടാസ്ക് ഉണ്ട്. ആര് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നോ അവരെ കാത്തിരിക്കുന്നത് ഒരു ട്രോഫിയാണ്. Guys, are you ready for the fun? Yes! Okay. ആദ്യം ഞാനൊരു ചീട്ടെടുക്കാം.
Any guesses? So, boys team നിന്ന് very youth personality Bhattacharya. വേണ്ട ഞാനല്ലേ. So, ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീട്ടെടുക്കാൻ പോവാണ്. Get ready? റെഡി. ആരാണ് നമുക്ക് നോക്കാം. എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഇല്ലല്ലോ. ഓക്കേ, വർഷ. നിങ്ങളുടെ കോസ്റ്റ്യൂം കണ്ട വലിയ ഡാൻസർ പോലെ ഉണ്ടല്ലോ. ആദ്യം ഇവർക്കുള്ള ആക്ടിവിറ്റി ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അതിന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിൽ നിന്ന് ഒരു ചീട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങ് തരൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇവർക്ക് എന്ത് ആക്ടിവിറ്റി ആയിരിക്കും? എനി ഗസസ്? സോ ഇവർക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ചേർന്ന് ഒരു ഡ്യുവറ്റ് ഡാൻസ് കളിക്കാൻ പോകുന്നു. കിട്ടുന്ന ഈ കൈയടിക്ക് എന്ത് പറയുന്നു? താങ്ക് യു ഓൾ. താങ്ക് യു. ഈ സ്പോട്ടിൽ വന്ന് പെർഫോം ചെയ്തതിന് നമ്മൾ എല്ലാവരും ചേർന്ന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കേ, താങ്ക് യു. ഇനി നിങ്ങളുടെ പ്ലേസിലേക്ക് പോവാം. സാർ വരൂ. ഇത്ര നാൾ ഇവിടെ ആയിരുന്നു സാർ. ചൊവ്വാഗ്രഹത്തിലെങ്ങാനുമായിരുന്നു. ഇരിക്കൂ സാർ. എന്നെ ഒന്ന് ഇരിക്കാൻ സാർ ഒരു സംഭവം തന്നെയായിരുന്നു. അടുത്തതായി ഞാൻ ഗേൾസ് ടീമിൽ നിന്ന് ഒരു ചീട്ടെടുത്ത് ആരാണെന്ന് നോക്കാൻ പോവുകയാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഗേൾസ് ടീമിൽ നിന്ന് വീണ പ്രസാദ്. സോ ഇതിൽ നിന്നൊരു ചീട്ടെടുത്ത് നിങ്ങൾക്കുള്ള പേർ ആരാണെന്ന് ചൂസ് ചെയ്യാം. ആരാണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ലോകേഷാണ്. Come on, ലോകേഷ്. രണ്ടുപേരിൽ ആരാ എടുക്കുന്നത്? ലോകേഷ് എടുക്കട്ടെ. ഞാനോ? എടുക്കടാ. റോൾ റിവേഴ്സ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. വീണ പ്രസാദ് ലോകേഷോ ആവും, ലോകേഷ് വീണയോ ആവും. അപ്പോ ഇവര് 2 മിനിറ്റ് നമുക്കായിട്ട് ആക്ട് ചെയ്യാൻ പോകും. സോ രണ്ടുപേരിലും ആരാ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ വീണ പ്രസാദ്. Mrs. Abhirami, this is not your house, okay? This is your professional workspace, okay? You have to come here and you have to do the work all by yourself, okay? I am repeating, you should do your work all by yourself. ലോക്കി നീ മറന്നല്ലേ? And every time Gautam cannot do your work. And most importantly guys, വരുന്ന വീക്കെൻഡിൽ നമ്മൾ പോണ്ടിച്ചേരിക്ക് ക്വാർട്ടർലി ട്രിപ്പ് പോവുകയാണ്, ഓക്കെ? ബട്ട് മേക്ക് ഷുവർ യു ഗൈസ് ഹാവ് ഡൺ ഓൾ യുവർ പ്രോജക്ട്സ്. ബട്ട് എന്തെങ്കിലും ചെറുതായിട്ട് തെറ്റിയാൽ ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഈ ട്രിപ്പിന് വരുന്നവർ Come on, ലോക്കി നീ എന്തിനാ നിർത്തിയേ? ഈ ട്രിപ്പിന് വരുന്നവർ
വരുന്നവർ വന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് ഫയർ ചെയ്യും. സോ മേക്ക് ഷുവർ എവരിബഡി ഈസ് ദേർ. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. താങ്ക് യു. ഓക്കേ, awesome. ലോകേഷ്, നിങ്ങൾ റെഡിയാണോ? ഓക്കേ, ടൈം സ്റ്റാർട്ട്സ് നൗ. Hi, I'm Loki, god of mystery. I will always keep jumping up and down like this in the office. With any work VP gives me, I will not do any work. And my best friend, her name is Benita. Do you know what we both love doing? We both love eating. We eat all the time. Now we have new friend, Abhirami. Abhirami, Benita, and I will eat. VP rocks. Then we get work. And we'll say, "Ayyo, VP is giving work," but we will not do work. We all go eating. Super guys, go to your place. Lokesh, പറയൂ ലോകേഷ്. അല്ല, പറയൂ വി പി. Monday 11 o'clock. എന്റെ ക്യാബിനിലേക്ക് വരണേ. Okay, super. Come on, cheer up guys. അടുത്തത് ബോയ്സ് ടീമിൽ നിന്ന് ആരാ വരുന്നതെന്നുള്ളത് നമുക്ക് ചീട്ടെടുത്ത് നോക്കാം. എന്താ? ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പേര് കേട്ടിട്ട് ഗേൾസ് സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് വേറൊരു ലെവൽ ആവാൻ പോവുകയാണ്. ഗൗതം. ഗൗതം, നിങ്ങളുടെ പേരിനെ ചൂസ് ചെയ്തോളൂ. ഏയ് പതുക്കെ. ഏയ് ഓ ആ ലക്കി ഗേൾ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ? എനി ഗസസ്? നോ, ഇറ്റ്സ് അഭിരാമി. അഭിരാമി, come on. അഭി, come on, ഓടൂ. Listen to you. അഭി, 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 അഭി. Come on, അഭി. ഓക്കേ ഗൈസ്, ഇനി ഇവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരിൽ ആരാ എടുക്കാൻ പോകുന്നേ? അഭി എടുക്കട്ടെ, അങ്ങോട്ടേക്ക് കൊടുക്കും. ഓക്കെ അഭിരാമി, നിങ്ങൾ എടുത്തോ. ഏതാ ടാസ്ക് എന്ന് നിങ്ങൾ എന്നെ വായിച്ചോളൂ. എന്തു പറ്റി? എന്താ ഇത്ര ഷോക്കായിരിക്കുന്നേ? ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ ഓഫീസിലെ എത്ര ഗേൾസ് ക്യൂ നിൽക്കുന്നതെന്നറിയോ? ഈ ടാസ്ക് വായിച്ചാലുണ്ടല്ലോ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റില്ലെന്നേ. അയ്യോ പറയത്. ഗായ്സ്, ഇവരുടെ ആക്ടിവിറ്റി എന്താണെന്നറിയോ? നമ്മുടെ ഗൗതം അഭിരാമിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. അഭി, നീ വേണേ വന്നിരുന്നോ, ഞാൻ വേണേ വന്ന് പെർഫോം ചെയ്യാം. നിനക്ക് കല്യാണം ആയല്ലോ, ഞങ്ങൾക്ക് ഒരു ചാൻസ്. നോ 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 നോ, അതിനൊന്നും ഇവിടെ സ്പേസ് ഒന്നുമില്ല. കല്യാണം ആയാലും ശരി ഇല്ലേലും ശരി, ഇത് ചുമ്മാ വെറും ഒരു ഫണ്ണല്ലേ. ഗൗതം, നിങ്ങൾ പ്രപ്പോസ് ചെയ്തോളൂ. അയ്യോ, അതൊന്നും വേണ്ട. ഗൗതം, we are waiting. ഗൗതം, 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 ഗൗതം. നിൽക്കൂ. എനിക്ക് പ്രപ്പോസ് ഒന്നും ചെയ്യാൻ അറിയില്ല, ആൻഡ് എനിക്കതിൽ വിശ്വാസമില്ല. പക്ഷെ ഒന്നുണ്ട്, എനിക്കിഷ്ടമുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അയാളെ എങ്ങനെ നോക്കണമെന്നൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. അത് വേണമെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ജനറലി എൻ്റെ പ്രണയം വിജയിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാലും ശരി, ഇല്ലെങ്കിൽ പ്രേമം നഷ്ടപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാലും ശരി, എനിക്ക് തോന്നുന്നത് ഒരേ ഒരു കാര്യമാണ്. പ്രണയത്തെ സംബന്ധിച്ചിടത്തോളം ജയമോ തോൽവിയോ ഇല്ല. ജയവും തോൽവിയും ആ ലവേഴ്സിന് മാത്രമാണ്, പ്രണയത്തിനില്ല. പ്രണയം ഒരു നല്ല സൗന്ദര്യമുള്ള വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷനാണ്. ആദ്യമായിട്ട് അതിന് നമ്മൾ ശരിയായിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ അതിനെ തേടി പോകാവൂ. ഇനി അതൊന്നുമില്ലാതെ ഒരു പ്രപ്പോസൽ വന്നു, അത് സെറ്റാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അതിൻ്റെ പേര് പക്ഷേ പ്രണയമൊന്നും ആയിരിക്കില്ല.
നോ ബഡി ഈസ് പെർഫെക്റ്റ്. ഓക്കെ, എല്ലാവരിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാകും. അത് മനസ്സിലാക്കി പരസ്പരം ചേർന്ന് പോകുന്നതാണ് പ്രണയം. അതാണ് നമ്മൾ പ്രണയത്തോട് കാണിക്കുന്ന മിനിമം മര്യാദ. പിന്നെ ലവ് എന്ന് പറയുന്നത് റേഷണൽ ഫീലിംഗ് ഒന്നുമല്ല. എല്ലാത്തിനും അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. പ്രണയം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ഇവിടെ അറിവിനൊന്നും ഒരു കാര്യമില്ല, സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ മുൻഗണന. അയ്യോ എന്റെ പൊന്ന്. കവി മധുസൂദനൻ നായർ എഴുതിയ പോലെ പ്രണയമനാദിയാം അഗ്നിനാളം പ്രണയം, ആത്മാവിൽ ആത്മാവ് പകരുന്ന പുണ്യം. നമുക്ക് ജീവിതത്തിൽ ഏറെ ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ, അവരുടെ കുറവിനെ അല്പം പോലും കുത്തി നോവിക്കാതെ മുഴുവനായും അവരോടൊപ്പം ചേർന്നിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം. Fantastic. Thank you. Go and have your seat, guys. സാർ, എങ്ങനെ സാർ ഇതൊക്കെ? കാസിനോയിലെ മോഹൻലാലൊക്കെ വന്നല്ലോ, വളരെ വ്യത്യസ്തമായിരുന്നു. വേറെ ലെവലാ, വേറെ ലെവൽ. So guys, we are coming to end. വരൂ, നമുക്കൊരു ഡാൻസ് കളിക്കാം. Come on.